Hello everyone. Good evening all. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ചാപ്റ്ററിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ മാഗ്നറ്റിസം നമ്മൾ കുറച്ചെങ്കിലും ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടാവുക. ബട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതിയില്ല, തൊട്ട് മുന്നേത്തെ ചാപ്റ്റേഴ്സും വെക്ടർ കോൺസെപ്റ്റും എല്ലാം നമുക്ക് ധാരമായിരിക്കണം. അതേപോലെ തന്നെ മാഗ്നറ്റിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതാണ്. ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ ഫോഴ്സിന്റെ. അപ്പൊ ഒത്തിരി ലോസ് ആണ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എല്ലാവരും റെഡി അല്ലേ? So the first question is, a metallic rod of mass per unit length 0.5 kilogram per meter is lying horizontally on a smooth inclined plane, which makes an angle of 30 degrees with the horizontal. The rod is not allowed to slide down by flowing a current through it, where a magnetic field of induction 0.25 Tesla is acting on it in the vertical direction. അങ്ങനെയാണെങ്കിൽ the current flowing in the rod to keep it stationary. അപ്പൊ അവിടെ സ്റ്റേഷനറി പറയുമ്പോൾ ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ നമ്മൾ എത്ര കറണ്ട് ആയിരിക്കണം ആ റോഡിൽ കൂടെ ഫ്ലോ ചെയ്യേണ്ടത്. അപ്പൊ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എപ്പോഴും ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ ഫിഗർ ഒക്കെ ഒന്ന് വരച്ചു നോക്കേ. എന്നിട്ട് ഓരോ ഫോഴ്സിനെ ആയിട്ട് റിസോൾവ് ചെയ്ത് നോക്കുക. റിസോൾവ് ചെയ്ത് നോക്കുമ്പോ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും. ഒന്ന് ക്വിക്കായിട്ട് ചെയ്ത് നോക്കിക്കേ. ഞാൻ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഫിഗർ നിങ്ങൾ വരച്ചു തന്നെയാണോ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ഫിഗർ വരയ്ക്കാം കേട്ടോ. സോ റോഡ് നമുക്ക് തന്നിട്ടുണ്ട്, lying horizontally on a smooth inclined plane which makes 30 degrees with the horizontal. So if this is our horizontal, സപ്പോസ് ഇവിടെയാണ് നമ്മുടെ റോഡ് ഉള്ളത് എന്ന് വിചാരിക്കാം. ആൻഡ് ആകെ നമുക്കൊരു ക്ലൂ തന്നിട്ടുള്ളത് 30 ഡിഗ്രി ആണ്. ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഒരു ബോഡി ഉള്ളതെങ്കിൽ അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കില്ലേ? ആൻഡ് ഇറ്റ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു കമ്പോണൻസ്. ഓക്കെ, ആൻഡ് നോർമൽ ഓൾവേസ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യല്ലോ. പിന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കറണ്ട് മൂവ് ചെയ്യുന്നതും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ഓൺ ഇറ്റ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ കറണ്ടിന്റെ ഡയറക്ഷനും വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചേ? എഫ് ഈക്വൽ ടു ILB എന്നല്ലേ പഠിച്ചേ? ഹിയർ നമുക്ക് വേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് വേണ്ടേ. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഓരോരുത്തർ ആൻസർ മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത്ര പെട്ടെന്നൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ? വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഹിയർ ഫോഴ്സിന്റെ ഡയറക്ഷൻ കൂടെ ഒന്ന് മാർക്ക് ചെയ്യണേ. ദിസ് വിൽ ബി എഫ് ഈക്വൽ ടു ILB. ആൻഡ് ഇവിടെ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം, കറണ്ടിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും വെച്ചിട്ട്. സോ ഇവിടെ ആരാ ഉണ്ടാവുക? mg
സൈൻ 30 ആണ് ഉണ്ടാവുക. ആൻഡ് ഇവിടെ ആരാ? ILB കോസ് 30. എങ്ങനെയാ റിസോൾവ് ചെയ്ത് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഈ രണ്ട് കണ്ടീഷൻ മാത്രം മതി. നമുക്കിതൊരു സ്റ്റേഷനറി ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ MG സൈൻ 30യും ILB കോസ് 30യും ഈക്വൽ ആയിരിക്കണം. സോ വി ക്യാൻ ഇക്വേറ്റ് ദം. MG സൈൻ 30 ഈക്വൽ ടു ILB കോസ് 30. ഫ്രം ദിസ് യെസ്റ്റർഡേ എക്സാമിന് ചെയ്തതാണോ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മെമ്മറി പവർ ഉണ്ടല്ലോ. നൈസ്. നമുക്ക് വേണ്ടത് കറണ്ട് ആണ്. ഇത് നിങ്ങളുടെ എക്സാം വരെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. സോ കറണ്ട് ഇസ് ഈക്വൽ ടു വാട്ട്? MG സൈൻ 30 ഡിവൈഡഡ് ബൈ LB കോസ് 30. ഇവിടെ നിങ്ങൾ സൈൻ 30ക്കും കോസ് 30ക്കും സെപ്പറേറ്റ് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് ക്വിക്ക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ ഡയറക്ട്ലി നിങ്ങൾക്ക് ടാൻ 30യുടെ വാല്യൂ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ മാസ് അല്ല തന്നിട്ടുള്ളത്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതെന്താണ് ക്വാണ്ടിറ്റി? M/L ആണ് അല്ലെ. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു വാട്ട്? 11.32 ആംപിയർ. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷനിലോട്ടേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് സില്ലി ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ആർക്കെങ്കിലും നമ്മൾ ചെയ്ത മെത്തേഡ് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അല്ലാന്നാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. Okay, so the next question is, when a proton is released from rest in a room, it starts with an initial acceleration A0 towards west. When it is projected towards north with a speed V0, it moves with an initial acceleration 3A0 towards west. The electric and magnetic field in the room are. നമുക്ക് ഇവിടെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡും മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. അപ്പൊ നമുക്ക് ഡയറക്ഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഉള്ളത് എന്താ വെച്ചാൽ, മസ്റ്റ് ആയിട്ടും ഈ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇതൊരിക്കലും മാറിപ്പോരുത്. നമുക്ക് എപ്പോഴും സൗത്തും നോർത്തും നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. ഈസ്റ്റും വെസ്റ്റും ചിലപ്പോഴെങ്കിലും ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇവിടെ NE, നീ എന്ന് ആലോചിക്കുക. അപ്പൊ എന്നിന്റെ തൊട്ടടുത്ത് E ആയിരിക്കും ഉണ്ടാവാന്ന് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ നമ്മൾ ഇൻ ടു ദ പ്ലെയിൻ ആൻഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ അങ്ങനെ ആയിരിക്കും മിക്കവാറും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ ചില ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അപ്വേർഡും ഡൗൺവേർഡും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എങ്ങനെയാ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് വരുന്നതെങ്കിൽ അത് അപ്സൈഡ് ആയിട്ടാണ് എടുക്കേണ്ടത്. അതേപോലെ ഡൗൺ എന്ന് പറയുമ്പോൾ ഇൻ ടു ദ പ്ലെയിൻ ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, നൗ എന്തൊക്കെയാ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്? പ്രോട്ടോൺ ഇസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് an ഇനീഷ്യൽ ആക്സിലറേഷൻ അല്ലെ. അപ്പൊ പ്രോട്ടോണിന്റെ പ്രത്യേകത എന്താണ്? പ്രോട്ടോൺ ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ആ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വെസ്റ്റിലോട്ട് ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ, ഇൻ ദിസ് ഡയറക്ഷൻ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ there should be a negative charge over here. അങ്ങനെയാണെങ്കിലാണ് A0 ആക്സിലറേഷനിൽ പ്രോട്ടോണിന് ലെഫ്റ്റിൽ വെസ്റ്റിലോട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെ ആയിരിക്കും? ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് വെസ്റ്റ് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കില്ലേ? ആൻഡ് ഹിയർ MA0, the force acting on that particle is equal to what? Q into E, because when a charged particle is placed in an electric field, it will experience a force that is equal to Q into E. നമുക്ക് വേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അല്ലേ വേണ്ടേ?
അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു വാട്ട്? MA0 by MA0 by Q. ആൻഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മളിപ്പോ എന്ത് പറഞ്ഞു? ഇറ്റ് ഇസ് ടുവേർഡ്സ് ദി വെസ്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്? വെൻ ഇറ്റ് ഇസ് പ്രൊജക്റ്റഡ് ടുവേർഡ്സ് ദ നോർത്ത്, നോർത്തിലോട്ടേക്ക് അത് പ്രൊജക്ട് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി V0 ആൻഡ് ഇറ്റ് ഇസ് ആക്സിലറേറ്റഡ്. ഇനീഷ്യൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്? വെസ്റ്റിലോട്ടേക്കാണ്. ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇസ് 3A0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫ് നെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും അല്ലെ? കാരണം എന്താ? ചാർജ്ഡ് പാർട്ടിക്കിൾ ഇസ് മൂവിങ് വിത്ത് വെലോസിറ്റി V. അപ്പൊ അതിന് അറൌണ്ട് ആയിട്ട് ആര് ഫോം ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. സോ എഫ് നെറ്റ് എന്തായിരിക്കും? ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് എടുക്കാത്ത? ചാർജ്ഡ് പാർട്ടിക്കിൾ ഇനീഷ്യലി മൂവ് ചെയ്യുന്നില്ല അല്ലെ? അത് ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടതാണ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ അവിടെ ആരുണ്ടാവില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ഓക്കെ, നൗ ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് that is equal to MA0 and net acceleration എന്ന് പറയുന്നതാണ് 3A0 എന്ന് പറയുന്നത് അല്ലെ? സോ മാസ് ഇൻറ്റു 3A0 ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് നമുക്കറിയാം Q ഇൻറ്റു V ക്രോസ് B എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആൻഡ് അവർ പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ എൻ്റർ ചെയ്യുന്നത്. സോ നമുക്ക് അതിനെ QVB sin തീറ്റയ്ക്ക് പകരം QVB എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്? ഫ്രം ദിസ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് B is equal to 2MA0 divided by E ആണ് നമ്മുടെ ആരുടെ ചാർജ്? പ്രോട്ടോണിന്റെ ചാർജ്. ദെൻ V0 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നൊട്ടേഷൻ. അപ്പൊ ഞാൻ ആ ക്യൂനെയും വിനെയും ക്വസ്റ്റ്യനിലുള്ള ടേമിലോട്ടേക്ക് മാറ്റി എഴുതി. ഓക്കെ, ഇനി ഇവിടെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്താൽ മതി അല്ലെ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വെലോസിറ്റിയുടെ ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക? കറണ്ട് ഉണ്ടാവുക അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കേളിംഗ് ഫിംഗേഴ്സ് വരുമ്പോൾ അത് എങ്ങനെയാ വരിക? ഇൻ ടു ദ പ്ലെയിൻ അല്ലേ വരിക? ഇൻ ടു ദ പ്ലെയിൻ എന്തായിട്ട് എടുക്കണം എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഡൗൺവേർഡ് ഡയറക്ഷനിൽ എടുക്കണം എന്ന്. അപ്പൊ ബിയുടെ ഡയറക്ഷൻ എങ്ങനെ വരും? ടുവേർഡ്സ് ഡൗൺ വരും. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നത്? MA0. ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ സെയിം ആണ്. മാഗ്നറ്റിക് ഫീൽഡിലാണ് നമുക്ക് രണ്ട് ഡിഫറൻസസ് വന്നിട്ടുള്ളത് അല്ലെ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ദിസ് ഇസ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. A long straight wire carries a certain current and produces a magnetic field 2 into 10 to the power minus 4 Weber per meter square at a perpendicular distance of 5 centimeter from the wire. An electron situated at 5 centimeter from the wire moves with a velocity 10 to the power 7 meter per second towards the wire, along perpendicular to it. The force experienced by the electron is. Yes. Very good. ഡയറക്ഷൻ ഒക്കെ ചിലര് മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. സോ എന്തൊക്കെയാ ഈ ക്വസ്റ്റ്യനിൽ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ലോങ് കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള വയർ ഉണ്ട് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. എത്ര ഡിസ്റ്റൻസിലാണ്? 5 സെന്റിമീറ്റർ എവേ ഫ്രം ദ വയർ. ഈ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് വാട്ട്? 2 into 10 to the power minus 4. And
what happens? An electron situated at that point 5 centimeter away from that wire, maybe distance മാറിയാലും അതായത് വേറെ പോയിന്റിലാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും ഡ്യൂ ടു സിമെട്രി. സോ ആൻഡ് ഇറ്റ്സ് മൂവിങ് വിത്ത് വെലോസിറ്റി 10⁻⁷. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മൂവിങ് ആയിട്ടുള്ള ചാർജ് പാർട്ടിക്കിളിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ? F equal to QV cross B, and here the particle is moving perpendicular to it. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? QVB sin 90, sin 91 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. So force will be QVB. Yes, option B ആണ് കറക്റ്റ് കേട്ടോ. ഇവിടെ നമുക്ക് ഇലക്ട്രോൺ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഇലക്ട്രോണിന്റെ ചാർജ് എല്ലാവർക്കും അറിയാലോ, 1.6 into 10⁻⁻19 ആണ്. ആൻഡ് വെലോസിറ്റി 10⁻⁷ റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് 2 into 10⁻⁻4 ആണ്. So after multiplying these three terms, you will get 3.2 into 10⁻⁻16 Newton. So this is the answer. നിങ്ങൾ പറഞ്ഞ പോലെ യെസ്, ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിയാലോ. എല്ലാരും മാഗ്നറ്റിക്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, so this is the next question. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഈസി ആയിട്ട് സോൾവ് ചെയ്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. Uniform electric field and a uniform magnetic field are acting along the same direction in a certain region. If an electron is projected in the region such that its velocity is pointed along the direction of field, then the electron speed will decrease, അല്ലേ? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു റീജിയനില് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ട്. And an electron is projected in that region such that its velocity is pointing along the direction of field, which means direction of velocity is also same. അങ്ങനെയാണെങ്കിൽ what will happen to this electron? 4 ഓപ്ഷൻസ് ആണുള്ളത്. Will turns towards right of the direction of motion, speed will decrease, speed will increase, will turn towards left of the direction of motion. Since it is projected along the magnetic field, അവിടെ എന്ത് സംഭവിക്കില്ല? മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല. സോ എഫ് ബി ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ ദ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ഇലക്ട്രോൺ ഇസ് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? QE. ബട്ട് ഇറ്റ് ഇസ് എ ഇലക്ട്രോൺ. ഇലക്ട്രോണിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ചാർജഡ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇ ആയിരിക്കും. വിച്ച് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് opposite to the electric field. This is the force and this is electric field, which means a particle electron accelerate ചെയ്യപ്പെടുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനിലോട്ടാണ്? നമുക്ക് എക്സ് ആക്സിസും നെഗറ്റീവ് എക്സ് ആക്സിസും ആണ് എടുക്കുന്നെങ്കിൽ ടുവേർഡ്സ് എക്സ് ആക്സിസിലോട്ടായിരിക്കും വെലോസിറ്റി, towards negative x-axis ലോട്ടായിരിക്കും acceleration. For a particle, acceleration
and velocity are in opposite direction എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ദ പാർട്ടിക്കിൾസിന്റെ സ്പീഡ് എന്താവുന്നു എന്നാണ്? ഡിക്രീസ് ആവുന്നു. ആക്സിലറേഷനും വെലോസിറ്റിയും സെയിം ഡയറക്ഷനിലാണെങ്കിലാണ് പാർട്ടിക്കിൾ സ്പീഡപ്പ് ആവുക. അതർവൈസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡ് റെഡ്യൂസ്ഡ് ആവും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. Ionized hydrogen atoms and alpha particles with the same momenta enters perpendicular to a constant magnetic field B. The ratio of their radii of their paths RH by R alpha will be. So here we need to calculate radius of the paths. അങ്ങനെ നമുക്ക് റേഡിയസ് കിട്ടണമെങ്കിൽ എങ്ങനെ ആയിരിക്കും നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ടേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടാവുക? അതൊന്ന് പറഞ്ഞേ. പാത്ത് സർക്കുലർ ആവണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ടേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഒരു സർക്കുലർ പാത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് ദ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കുലർ പാത്ത് ഇസ് ഗിവൻ ബൈ mv ഡിവൈഡഡ് ബൈ qb. ഇവിടെ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസാ തന്നിട്ടുള്ളത്? ആൽഫ പാർട്ടിക്കിളും ഹൈഡ്രജനുമാണുള്ളത്. സെയിം മൊമെന്റ് ആണ്, അതേപോലെ തന്നെ സെയിം മാഗ്നറ്റിക് ഫീൽഡിലോട്ടാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. സോ ഹിയർ മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് മൊമെന്റം ആൻഡ് പി ബൈ ക്യൂ ബി എന്ന് വരും അല്ലെ. സോ ഫ്രം ദിസ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പിയും ബിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആർ ഇസ് പ്രപ്പോർഷണൽ ടു 1/q. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ എച്ച് ബൈ ആർ ആൽഫ ഈക്വൽ ടു വാട്ട്? ക്യൂ ആൽഫ ബൈ ക്യൂ എച്ച്. ആൻഡ് വാട്ട് ഇസ് ദ ചാർജ് ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ ആരാണ്? ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞേ? ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? ഹീലിയം ന്യൂക്ലിയസിനെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഹീലിയത്തിൽ 2 പ്രോട്ടോൺ ആണ് ഉള്ളത് എന്ന് അറിയാലോ. സോ +2 ചാർജ് ആയിരിക്കും ഉണ്ടാവുക ആൻഡ് ഹൈഡ്രജന്റെ +1 ചാർജ്. സോ 2/1 which means 2:1 ആണ് ആൻസർ വരിക. ഹീലിയം അല്ല, ഹീലിയം ന്യൂക്ലിയസ് ആണ് കേട്ടോ ആൽഫ പാർട്ടിക്കിൾ. ഹീലിയത്തിൽ നിന്ന് നമ്മൾ എല്ലാ ഇലക്ട്രോൺസിനെയും കളഞ്ഞാൽ ആരാണോ ഉള്ളത് അതാണ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. 2:1 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
So the very next question, സിമിലർ തന്നെയാണ് ക്വസ്റ്റ്യൻ, പക്ഷെ ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. A proton and alpha particle both enter a region of uniform magnetic field B, moving at right angles to the field. If the radius of circular orbit for both the particles is equal and the kinetic energy acquired by a proton is 1 MeV, the energy acquired by the alpha particle will be. സോ നേരത്തെ ക്വസ്റ്റ്യനിൽ സിമിലർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവിടെ ആരും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം, കൈനറ്റിക് എനർജീനെ കൂടെ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണ് നമുക്ക് സെയിം ആയിട്ട് തന്നിട്ടുള്ളത്? ആർ പി ഈക്വൽ ടു ആർ ആൽഫ അല്ലെ, പ്രോട്ടോണിന്റെയും ആൽഫ പാർട്ടിക്കിളിന്റെയും റേഡിയസ് സെയിം ആണ്, സെയിം മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റേഡിയസിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയില്ലേ, that is equal to QPB, which is equal to M alpha V alpha by Q alpha into B. From this നമുക്ക് B cancel ചെയ്യാം. അതേപോലെ തന്നെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മാസും ചാർജും ആൽഫ പാർട്ടിക്കിളിന്റെ എങ്ങനെയാ റിലേറ്റ് ചെയ്തിട്ടുള്ളത്? മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് 4 times mass of proton. ആ 4 times വരാനുള്ള കാരണം എന്താ? അവിടെ 2 പ്രോട്ടോണും ഉണ്ട്, 2 ന്യൂട്രോണും ഉണ്ട് അല്ലെ, അപ്പൊ 4 ആൾക്കാരുടെ മാസ് വരും. ദെൻ വി ആൽഫ നമുക്ക് അറിയില്ല, അത് അങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാം, ഡിവൈഡഡ് ബൈ ക്യൂ ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 times ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് വരില്ലേ? സോ ഈ 2 ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വി പി ഈക്വൽ ടു 2 times വി ആൽഫ. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജി ആണ് അല്ലെ. സോ ഹാഫ് എം പി വി പി സ്ക്വയർ ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. അതാണ് നമുക്ക് 1 MeV തന്നിട്ടുള്ളത് അല്ലെ. ഇനി കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ത് വരും? ഹാഫ് എം ആൽഫ വി ആൽഫ സ്ക്വയർ. ഇനി ഇവിടെ ആൽഫ എം ആൽഫ വി ആൽഫ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്താൽ മതിയില്ലേ? എം ആൽഫ ഇസ് ഈക്വൽ ടു 4 times MP ആൻഡ് വി ആൽഫ നമുക്ക് ഈക്വേഷനിൽ നിന്ന് എന്താ കിട്ടുക? വി പി ബൈ 2 അല്ലെ. വെറുതെ വി പി ബൈ 2 എഴുതിയാൽ പോരാ, സ്ക്വയർ മറന്നു പോവരുതേ. സോ ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദ റിമൈനിങ് ടേംസ് ആരൊക്കെയാണ്? എം പി വി പി സ്ക്വയർ. നമുക്ക് എന്തറിയാം? ഹാഫ് എം പി വി പി സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട്? 1 MeV. സോ ദ ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് വൺ, 1 MeV. So the next question, ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇക്വേഷൻസ് തന്നെ നമ്മളൊന്ന് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യാനുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഇവിടെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. An alternating electric field of frequency nu is applied across the D's of radius r of a cyclotron that is being used to accelerate protons of mass m. The operating magnetic field B used in the cyclotron and the kinetic energy K of the proton beam produced by it. B and K നമുക്ക് കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാവുന്ന ടേംസിൽ, നമ്മൾ ഡയറക്റ്റ് പഠിച്ച ടേംസിൽ മാത്രമല്ല ഉള്ളത്, ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി, റേഡിയസ്, മാഗ്നറ്റിക് ഫീൽഡ്, പ്രോട്ടോണിന്റെ ചാർജ്. ഓക്കെ, നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള
നമ്മൾ സൈക്ലോട്രോണിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഏതാണ്? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഇസ് ഈക്വൽ ടു വാട്ട്? 2πm ഡിവൈഡഡ് ബൈ QB. പക്ഷെ ഇവിടെ നമുക്ക് ടൈം പീരീഡ് ഇല്ലല്ലോ, പക്ഷെ പകരം ഫ്രീക്വൻസി ആണുള്ളത്. സോ ഫ്രീക്വൻസി is equal to what? 1/t. So we can write QB by 2πm. ഇവിടുന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്താന്ന് പറയാലോ? മാഗ്നറ്റിക് ഫീൽഡ് is equal to what? 2πmu by Q. So magnetic field is clear. 2πmu by charge of proton is E ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്റെ ടേമിലോട്ട് മാറ്റി എഴുതാം. 2πmu by E. സോ അങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്, ഓപ്ഷൻ ബി ആൻഡ് സി. ബി കിട്ടിയിട്ടുണ്ട്. കൈനറ്റിക് എനർജിന്റെ ടേമിലോട്ട് വരാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ചെന്ന് ചെയ്താൽ മതി കേട്ടോ. ഹാഫ് MP/VP² ആണ് വരാന്ന് അറിയാലോ. അതില് VPയുടെ ടേം എവിടെ നിന്ന് എഴുതാന്ന് അറിയോ? നമ്മൾ റേഡിയസ് എഴുതിയിട്ട് റേഡിയസ് ഇസ് ഈക്വൽ ടു വാട്ട്? MV/QB വരില്ലേ? ഇവിടെ നമ്മളിപ്പോ കണ്ടുപിടിച്ച ബിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get velocity. ആ വെലോസിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? ഒന്ന് സോൾവ് ചെയ്ത് നോക്കണേ. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു 2m π²μ²r². ജസ്റ്റ് ഈ ബിയുടെ ഇക്വേഷൻ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഗുഡ് നൈറ്റ് ഓൾ.